ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. അതായത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആർക്കൊക്കെ ചെയ്യാം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നും ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഈ റീല്. അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ ബോഡി ഫാറ്റ് കൺട്രോൾ ആവാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാനും ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും എന്നുള്ളത്. എങ്കിലും ഇതെല്ലാവരിലും നല്ലതല്ല. ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗ്രൂപ്പ് പീപ്പിൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് മോംസ്, പ്രഗ്നൻറ്റ് ലേഡീസ്, അതുപോലെ ഡയബറ്റീസിന് മെഡിസിൻസ് എടുക്കുന്നവർ, അതുപോലെ മറ്റ് ക്രോണിക് ഡിസീസസിന് മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർ, അതുപോലെ അണ്ടർ വെയ്റ്റ് ഉള്ളവർ, കുട്ടികൾ, ഇവർക്കൊന്നും നല്ലതല്ല. ഇനി എപ്പോഴും നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു 12 hour ഫാസ്റ്റിംഗ്, 12 hour ഈറ്റിംഗ്, ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാജുവലി ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടുക. 14 മണിക്കൂർ ഗ്രാജുവലി റൈസ് ചെയ്യുക, അതുപോലെ 16 മണിക്കൂർ. ഇതെല്ലാം നിങ്ങളുടെ ഒരു ശരീരത്തിൻ്റെ ടോളറൻസ് അനുസരിച്ച് ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മോർ ദാൻ 2 or 2.5 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈറ്റിംഗ് ടൈമിൽ പരമാവധി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. മധുരം, ജങ്ക് ഫുഡ്, മൈദ, പ്രോസസ്ഡ് ഫുഡ്, കോള, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയൊക്കെ പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.